അല്ല അത് ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും, യുഡിഎഫിന്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. തുടർച്ചയായി 3 ടേം ഭരണമില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് 3 അതെ അത് അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അല്ല ഈ സാഹചര്യത്തിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ നടക്കുന്നു. മറുവശത്ത് CPM വളരെ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് നല്ലൊരു ക്യാപ്റ്റനുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാപ്റ്റന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ആരോപണങ്ങൾ എന്തൊക്കെയാണെങ്കിൽ തന്നെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്കുള്ളിൽ കൃത്യമായി നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിക്കും. അവിടെയാണ് എതിർപക്ഷത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചത് അല്ലെങ്കിൽ പെട്ടിരിക്കുന്നത്. ഒപ്പം BJP ഉയർത്തുന്ന ഭീഷണി മുൻപ് എന്നത്തെക്കാളും ഉയരത്തിലും തന്നെയല്ലേ? അതെ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ BJPക്ക് ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. പാർട്ടി പറയുന്നത് തികച്ചും തെറ്റായിരിക്കും. എന്നാൽ പോലും അത് വലിയൊരു കണ്ടുപിടുത്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ഇവരുടെ അഴിമതിക്കാരായ കെടുകാര്യസ്ഥയ്ക്ക് കുപ്രസിദ്ധരായ MLA മാരെ മന്ത്രിമാരെയൊക്കെ അവർ അവാർഡ് കൊടുത്തും പൊന്നാട അണിയിച്ചും മറ്റെല്ലാ വിധത്തിലും സ്വാധീനിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായിട്ട് കോൺഗ്രസ്സുകാർ കുറച്ച് പേരെങ്കിലും ആലസ്യത്തിലാണ്. പക്ഷേ അതിൽ യാതൊരു കഥയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭ തെരഞ്ഞെടുപ്പ്. കാരണം ശരിയാണ്. മണ്ഡലങ്ങൾ താരതമ്യേന ചെറുതായിരിക്കും. അപ്പോൾ ചെറിയൊരു സ്ഥലത്തേക്ക് CPMൻ്റെ മുഴുവൻ ശക്തിയും പ്രയോഗിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഈ വിഷയം ഇനി എന്ത് എന്നുള്ളത് ചർച്ച ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ മുറിവുണക്കാൻ അല്ലെങ്കിൽ ഏച്ചുകെട്ടി വീണ്ടും കരുത്ത് നൽകാൻ പോകുന്ന കരുത്ത് ഹൈക്കമാൻഡിനും ഇല്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് അക്കാര്യത്തിൽ ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിഷയത്തിൽ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആര് വിചാരിച്ചാലും പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയില്ല എന്ന തലത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് ഇടപെടും. ഹൈക്കമാൻഡ് ഇടപെടുന്ന വെച്ചാൽ ഹൈക്കമാൻഡ് ഈ കാര്യങ്ങളൊന്നും അങ്ങനെ വിശദമായിട്ട് പഠിച്ചിട്ടോ ഇതിൻ്റെ അന്തർനാടകൾ മനസ്സിലാക്കിയിട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ CPMകാർ എന്തുമാത്രം മുതലെടുക്കുന്നു വിചാരിച്ചിട്ടോ ഒന്നുമല്ല ഇതൊക്കെ ചെയ്തു. അവർ താൽക്കാലികമായിട്ട് അപ്പോൾ തോന്നിയ പോലെ എന്തെങ്കിലും ഒരു പരിഹാരമാർഗ്ഗം പറയും. അപ്പോൾ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും പിന്നത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയായിട്ട് ഇത് മാറി.